കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അഭിമന്യ പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവിനെ കാണാനായിട്ട് പോയപ്പോൾ പിതാവ് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിനിടെ ആയിടെ പറഞ്ഞ ഒരു ഹോമിലിയെ പറ്റി പിതാവ് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അത് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളായിരുന്നു. ബാലനായ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാവുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാനും ഒരു പ്രത്യേക കാര്യം ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ വളരെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് പിതാവും ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യത്തിനുള്ള ഒരു കൺഫർമേഷൻ കൂടിയായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞ ഹോബിലി മൊത്തത്തിൽ അതുപോലെ പറയാനല്ല, എന്നാൽ അതിനെ എന്താ പറയുക, എന്നെ സ്പർശിച്ച ഒരു ദൈവാനുഭവം പോലെയായി വന്ന ഒരു കാര്യം പ്രത്യേകമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അതായത് പിതാവ് പറഞ്ഞത് എങ്ങനെയാണ്, മാതാവും ഔസേപിതാവും ഉണ്ണീശോയും കൂടിയിട്ട് ആണ്ടുതോറും പതിവ് പോലെ അവർ ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിനായിട്ട് പോയിരുന്നു. അപ്പോൾ എന്താ പറയുക, പതിവ് പോലെ പോകുന്നതാണ്, സാധാരണ പോലെ പോകുന്നതാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇനി ഉണ്ണീശോയുടെ അടുത്ത് പ്രത്യേകം പോയി പറയേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണ്, നമുക്ക് പോവാം, ഇന്ന സമയത്താണ് പോകേണ്ടത്, ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ ഈ വഴിയിലൂടെ വരുന്നുണ്ടാവണം എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമായിട്ട് ഇല്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, ഓരോ കാര്യങ്ങളും ഈശോയോട് ചോദിച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ണിയാണ് എന്നുണ്ടെങ്കിലും ദൈവപുത്രനാണ്, അപ്പോൾ വേറെ ലെവലാണ്. ഉണ്ണീശോയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇവർ സാധാരണ പോലെ പോകുന്ന പോലെ സാധാരണ പോലെ പോയി തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനിടയിലാണ് എന്താ പറയുക, ഉണ്ണീശോ നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. അപ്പോൾ അത് ഉണ്ണീശോയുടെ അടുത്ത് പ്രത്യേകം ഒന്ന് ആലോചന ചോദിക്കുകയോ ഈശോയോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെയും കൂടി ഒരു ഭാഗം കൂടിയാണ്. എല്ലാത്തിനും ദൈവിക പദ്ധതിയാണ്, അത് ഉദ്ധാനത്തിൻ്റെ പ്രതീകമാണെന്നെല്ലാം അറിയാം. ഇത് മറ്റൊരു രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നൊരു കാര്യം, അതായത് നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, എല്ലാ ദിവസവും നമ്മൾ കൊന്ത ചൊല്ലുന്നു, എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, സ്കൂളിലേക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നു, മറ്റേ ഏതൊക്കെ പണികളാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് സാധാരണ പോലെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ സാധാരണ പോലെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടമാണിത്. അതായത് ഈശോയോട് നമ്മൾ ആലോചന ചോദിക്കില്ല, ഈശോയോട് നമ്മൾ ചോദിക്കാതെ അതൊക്കെ നമുക്കറിയാലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അത് ഇനി പ്രത്യേകിച്ചൊന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനിതുപോലെ സാധാരണ പോലെ PDMൽ വന്നതിന് ശേഷം, അതായത് സെമിനാരിയിൽ എത്തിയതിന് ശേഷം ഒരുപാട് പ്രാവശ്യം വെക്കേഷന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഉടുപ്പിട്ടതിന് ശേഷം, അതായത് വെസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ വെക്കേഷനായിരുന്നു, വീട്ടിലേക്ക് വിടുകയായിരുന്നു. അതിന് മുമ്പാണ് പിതാവിനെ കാണാനെല്ലാം പോയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഈശോയോട് സാധാരണ പോലെ വീട്ടിലേക്ക് പോകുന്നതാണ്, അതുപോലെ പോയാൽ മതി, പ്രത്യേകിച്ച് ഈശോയോട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും ഞാനിങ്ങനെ അറിയാതെ ഒരു പ്രേരണ കിട്ടി ഈശോയോട് ചോദിച്ചു, ഈ പ്രാവശ്യം വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ ഈശോയെ, എങ്ങനെയാണ് പോകേണ്ടത്, എന്തെങ്കിലും ശ്രദ്ധിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ആ സമയത്ത് ഇങ്ങനെ എന്നുവെച്ചാൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് വന്ന് നേരിട്ട് വന്ന് പറയല്ല, ഉള്ളിൽ ഇങ്ങനെ ഈശോ തരുന്നൊരു തോന്നലാണ്. അത് ഈശോ തന്ന തോന്നലാണെന്ന് പിതാവ് ഇത് പറയുന്നതിലും കൂടിയാണ് കൺഫേം ആയിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് ഈശോ നമ്മളോട് സംസാരിക്കുക, ഉള്ളിൽ തോന്നലായിട്ട്, മറ്റടയാളങ്ങളായിട്ടല്ല. അപ്പോൾ നിങ്ങൾ ഈശോ തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയും എന്നൊന്നും വിചാരിക്കരുത്. പലതരത്തിലായിട്ടായിരിക്കും, വചനത്തിലൂടെ ആയിരിക്കും, വിഷനായിരിക്കും, സ്വപ്നത്തിലൂടെ ആയിരിക്കും, പലർക്കും പല രീതിയിലാണ് ഈശോ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈശോ പറഞ്ഞിരുന്നു, വീട്ടിൽ പോകുന്ന സമയത്ത് അതായത് ആദ്യം തന്നെ വീട്ടിലേക്ക് പോവാതെ നേരെ പള്ളിയിലേക്ക് ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ വികാരിച്ചനും അതുപോലെ കൊച്ചനും ഉണ്ട്, കുറച്ച് വലിയ ഇടവക ആയതുകൊണ്ട് 2 അച്ഛന്മാരുണ്ട്, അവരെ കണ്ട് സംസാരിച്ചെത്തി ഇവരെല്ലാം പറഞ്ഞ വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതൊരു ദൈവികമായ പ്രേരണയാണ്, എങ്കിലും മാനുഷികമായ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ പറയുക, അസാധ്യതകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ് എന്നുള്ളൊരു ചിന്ത എല്ലാ സമയത്തും നമുക്ക് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടിൻ്റെ അവിടെ ഇറങ്ങിയാലും ഒരു 1/2 കിലോമീറ്ററോളം വീട്ടിലേക്ക് നടക്കാനുണ്ട്. ഇനി പള്ളിയിൽ അവിടെയാണ് പോയി ഇറങ്ങുന്നുണ്ടെങ്കിലും പള്ളി വീട് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. അപ്പോൾ അവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന് താഴെയായിട്ട് പള്ളിയിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് നടന്ന് പോയി പള്ളിക്ക് വന്ന് വീണ്ടും തിരിച്ച് അവിടുന്ന് ബസ് കയറി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് വേണം വീട്ടിലേക്ക് പോകാനൊക്കെ. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കും, എത്ര സമയം എടുക്കും, അവിടുന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം വൈകുമല്ലോ എന്നൊക്കെയാണ്. വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്നും നോക്കണ്ട, തൃശ്ശൂർ വന്ന് എടുത്തു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവും കൂടി ഇത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അതൊക്കെ. അപ്പോൾ ഈശോയോട് ഞാൻ പ്രത്യേകം ചോദിച്ചപ്പോൾ ഈശോ തന്നെ തന്നൊരു പ്രേരണയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം, അതിൽ ഈശോയ്ക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ സാധാരണ പോലെ ഇറങ്ങി വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസമാണ് എത്തുക, പക്ഷേ ഏത് സമയത്തായിരിക്കും എന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല, എപ്പോഴെങ്കിലായിട്ട് ഞാൻ അവിടെ എത്തും, നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഫോണൊന്നുമില്ല കയ്യിൽ, നേരെ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈശോയ്ക്ക് തന്നെ അത് പരിപാലിച്ച് എന്താ പറയുക നമ്മളെ നയിച്ച് കൊണ്ടുപോകാനായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അവിടുന്ന് തൃശ്ശൂർ ഒരു KSRTC വന്നു. തൃശ്ശൂരിൽ നിന്ന് പ്രൈവറ്റ് ബസ് കയറി. പിന്നെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ പള്ളിയിലുള്ള പിള്ളേരെ കണ്ടു. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഉടുപ്പിട്ടിട്ട് ആദ്യം കാണുന്നു. അപ്പോൾ അവരായിട്ട് സംസാരിക്കുന്നു. പിന്നെ ഞാൻ വീട് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പള്ളിയുടെ സ്റ്റോപ്പ്. അപ്പോൾ അവിടേക്ക് ടിക്കറ്റ് എടുത്തു. അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ അവിടുത്തെ ഇടവക്കാർ അപ്പോൾ അവിടെ ഒരു കവലയിലാണ് ചെന്ന് ഇറങ്ങണത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബാഗായിട്ട് ചെല്ലുമ്പോൾ അതൊരു വൃത്തികേടല്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷെ ഒന്നും നോക്കിയില്ല. ഈശോ പറയണത് കണ്ണടച്ച് വിശ്വസിച്ച് പോവുകയാണ്. അപ്പോൾ തോളത്ത് ബാഗൊക്കെ ഇട്ടിട്ടാണ് നേരെ ചെന്ന് ഇറങ്ങണത്. അപ്പോൾ അവർ കണ്ട് സംസാരിച്ചു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോയിൽ തന്നെ കയറ്റി വിട്ടു. നടക്കണ്ട, അവിടെ പോയിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്നെ നേരെ അവിടെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് ഇറക്കിയിട്ട് ആൾ പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് പള്ളിയിൽ കയറി കുറച്ച് സമയം പ്രാർത്ഥിച്ചു, അച്ഛനടുത്ത് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഞാൻ വികാരിച്ചനെ കാണാനായിട്ട് കയറിപ്പോയി. അപ്പോൾ വികാരിച്ചനും കൊച്ചച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി. നേരെ സെമിനാരിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ബാഗൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് കയറിയില്ലേ. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് പോലെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് അച്ഛന്മാരെ കണ്ടു പോകാമെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം കൊച്ചച്ഛൻ തന്നെ ബൈക്ക് എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ എന്നെ ഈശോ ശരിക്കും പറഞ്ഞാൽ നിലം തൊടാതെ വീട്ടിലെത്തിച്ചു എന്നുള്ളതാണ്. ഞാനൊരു പക്ഷേ നേരിട്ട് വീട്ടിലേക്ക് പോയി സമയം പോകണ്ടെന്ന് വിചാരിച്ച് പിന്നെ പള്ളിക്ക് വരാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ഇത്രയും നേരത്തെ ഞാൻ എത്തില്ലായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈശോയോട് നമ്മൾ ചോദിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യമാണ്, സാധാരണ സംഭവിക്കുന്നതാണ് എങ്കിൽ പോലും ഓരോ ദിവസം നമ്മൾ ഈശോയോട് ചോദിച്ച് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പലതവണ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈശോയോട് ചോദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗ്രേസ്ഫുള്ളായിട്ട് തീരും, കൂടുതൽ രക്ഷാകരമായിട്ട് തീരും. അതാണ് ലൂക്കാ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 8 വാക്യം. യേശു പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഈശോ ആരോട് പറയുന്നത്? പത്രോസിനോട് യോഹന്നാനോടാണ്. ഇപ്പോൾ പെസഹ അവർ ഇതിനു മുമ്പും ഭക്ഷിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടുണ്ട്. ഇത് അവസാനത്തെ പെസഹയാണ്. അപ്പോൾ ഇതിനു മുമ്പും ഇവർ പെസഹ ഒരുക്കിയിട്ടുണ്ട്. പെസഹ ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ സമയം അവർ പറയുമ്പോൾ തുടർന്നുള്ള വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ലൂക്കാ 22:9 അവർ തിരിച്ച് ഈശോയോട് ചോദിക്കുകയാണ്. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ പത്രോസും യോഹന്നാനാണ് ഈ തിരിച്ച് ചോദിക്കുന്നത് എന്നും കൂടി ആലോചിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസും യോഹന്നാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയായിട്ട് അത്രയും ഹൃദയബന്ധമുള്ള ആത്മബന്ധമുള്ള 2 ശിഷ്യന്മാരാണ്. ഈശോയുടെ എന്താ പറയുക ചങ്കാണ് അവർ. എന്നിട്ടാണ് അവർ ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾ ഇത്രയും വർഷം ഒരിക്കൽ പരിചയമുണ്ട്, പക്ഷെ അതൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഈശോ സിമ്പിളായിട്ടാണ് പറയുന്നത്. അല്ല, ഈശോയുടെ പറച്ചിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവിൻ, പറഞ്ഞു വിടുകയാണ്, കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് നമ്മൾ നടത്തിയിരിക്കുന്നതാണ്, ഇനിയിപ്പോൾ അതിൽ വേറെ ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരെവിടെയോ മുമ്പ് ഒരുക്കിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നോർമലി ഇവരുടെ മനസ്സിൽ വരുന്ന എവിടെയാണോ അവിടെ പോയി ഒരുക്കുക എന്നുള്ളതാണ് ഈശോയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ അവർ വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പ്രത്യേകം എടുത്ത് ചോദിക്കുമ്പോഴാണ് ഈശോ പറയുന്ന ഒരു നീണ്ട ലിസ്റ്റ്. നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വെള്ളം കുടത്തിൽ ചുമന്നുകൊണ്ട് ഒരാൾ നടന്നു വരും. അപ്പോൾ ആളെ അനുഗമിക്കുക, ആളൊരു വീട്ടിൽ കയറി പോവും, അതിൻ്റെ മുകളിൽ നിലയിലേക്ക് പോവുക, ആ വീടിൻ്റെ ഉടമസ്ഥനോട് പോയി ചോദിക്കുക, ഞങ്ങൾ ഗുരുവിനോടൊപ്പം പെസഹ ഭക്ഷിക്കേണ്ടതിന് എവിടെയാണ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലം. എന്നിട്ട് പറയുകയാണ് സജ്ജീകൃതമായൊരു മാളിക മുറി, അപ്പോൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവർ സാധാരണ പോലെ പോയെങ്കിൽ സാധാരണ ഈശോ എവിടെയെങ്കിലും മുമ്പ് ഒരുക്കിയ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ മുമ്പ് ഇവർ ഒരുക്കിയ പരിചയമുള്ള ഒരുക്കാറുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും എന്ന് വിചാരിച്ച് പോയിരിക്കെങ്കിൽ ഈ സജ്ജീകൃതമായ മാളികമുറി ഇവർക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ അവർ ഈശോയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ച് ചെയ്തപ്പോൾ അത് കൂടുതൽ ഗ്രേസ്ഫുള്ളായിട്ട് തീർന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. ഓരോ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയ്ക്ക് ഏതൊക്കെ ശിഷ്യന്മാരാന്ന് അറിയാഞ്ഞിട്ടാണോ ഈശോ പ്രാർത്ഥിച്ചത്? ഒരിക്കലും അല്ല. ഈശോയ്ക്ക് എല്ലാവരെയും അറിയാം. പക്ഷേ ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിനോട് ആലോചന ചോദിക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ട് ചെയ്യുകയാണ്. പിതാവ് എന്താണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അത് കൂടുതൽ എന്താ പറയുക ഗ്രേസ്ഫുള്ളാവും. അതുപോലെ തന്നെ ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ പതിവ് പോലെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ലൂക്കാ സുവിശേഷം 22 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് തുടർന്ന് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ പതിവ് പോലെ അവൻ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പാനപാത്രം അകന്ന് പോകണമേ. അപ്പോൾ ഈശോയുടെ വിഷമങ്ങൾ പറയുകയാണ്. ആ വിഷമങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിതാവായ ദൈവത്തിനെ ഉള്ളറിയാം. പക്ഷേ നമ്മുടെ അവസ്ഥ വിവരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 119 അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അപ്പോൾ നമ്മുടെ ഓരോ അവസ്ഥ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഈശോയുടെ എപ്പോഴും ആലോചന ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിന് വലിയൊരു മാറ്റം വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് ഈശോയെ ശക്തിപ്പെടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അവസ്ഥ പറയണം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്, ശരിയാണ്. പക്ഷേ ഈശോയോടൊന്ന് ചോദിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഗ്രേസ്ഫുള്ളാവും, കൂടുതൽ രക്ഷാകരമായിട്ട് തീരും. ഇപ്പോൾ വേറൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയ ടൈമൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കാം, ബ്രദർ ഇവാനിയൂസ് ക്രിസ്റ്റി, ആ ബ്രദർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഓരോ ദിവസവും കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ഇടയിലോ എല്ലാം ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് ഈശോയോടൊന്ന് പ്രത്യേകം ചോദിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഈശോയെ, ഞാൻ എന്നതാണ് ഇന്നേ ദിവസം ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ആത്മാക്കളെ നേടേണ്ടത്, ഞാൻ എങ്ങനെയാണ് കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ടൈം ടേബിൾ ഉണ്ടാവും, നമുക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നെല്ലാം പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഈശോയോടൊന്ന് ചോദിക്കുക. അപ്പോൾ ഈശോ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഉള്ളതിന് തന്നെ എന്താ പറയുക, ഈ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് വർദ്ധിപ്പിക്കുന്നത് പോലെ നമുക്കുള്ളത് നമ്മൾ കൊടുക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഈശോയെ, ഞാൻ ഇനി കൂടുതലായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈശോയുടെ ഹിതം എന്താണെന്ന് ചോദിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗ്രേസ്ഫുൾ ആകും. അപ്പോൾ അങ്ങനെ ബ്രദർ പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് സ്ഥിരമായിട്ട് ഒരു 2 മേഖലകൾ നിയോഗം വെക്കാറുണ്ട്. അത് ഒന്നാമത്തെ ഒരു നിയോഗത്തിൽ അൾട്ടിമേറ്റ്ലി എന്നെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം നിറവേറട്ടെ അതിനനുസരിച്ചുള്ള വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. മൊത്തത്തിൽ മരിച്ചു സ്വർഗ്ഗരാജ്യത്തിൽ കയറി അവിടെ എന്നേക്കുമായി വ്യാപരിക്കുന്നവരെയുള്ള എന്താ പറയുക, ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് പോകാനായിട്ട്. രണ്ടാമത് വേറൊരു നിയോഗമുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് പ്രത്യേകം ആ ദിവസത്തിൻ്റെ ദൈവഹിതം നിറവേറാനായിട്ട് പ്രത്യേകം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് ഈ സുഭാഷിതങ്ങൾ 28-18 വചനം വെച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അതായത് ഇങ്ങനെയാണ്: ധർമ്മമാർഗ്ഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗ്ഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. ധർമ്മമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതപ്രകാരമാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. ഇനി ദൈവഹിതപ്രകാരമല്ല പോകുന്നതെങ്കിൽ ദുർമാർഗ്ഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. അതായത് ഇതെന്താ പറയുക, നമ്മൾ വഴി കൂടെ പോകുമ്പോൾ 2 നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അറ്റ് എ ടൈം ഒറ്റ നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ദൈവഹിതം. അത് ഈശോയുടെ ആലോചന ചോദിക്കാം. നമുക്ക് നോക്കുമ്പോൾ എല്ലാം നല്ലതായിട്ട് തോന്നും, പക്ഷേ എല്ലാം നമുക്ക് ചെയ്യാനുള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഈശോയുടെ ആലോചന ചോദിച്ചു പോയില്ലെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, അതുപോലെ 2 നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളിപ്പോൾ മറ്റേതാണ് ഈശോ ആഗ്രഹിക്കുന്ന നന്മ എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതെ നമുക്കിഷ്ടപ്പെട്ട വേറൊരു നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് ദൈവഹിതമല്ലാത്തതിനാൽ എപ്പോൾ വേണമെങ്കിലും വീണു പോകാനായിട്ട്, പാപം കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും കുർബാനയിൽ എന്താ പറയുക, സുഭാഷിതങ്ങൾ 28-18 വെച്ച് ഈശോയെ എന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ, അപ്പോൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ സെൻറ്ററിലായിരിക്കുമ്പോൾ PDM കുറവലങ്ങാട് സെൻറ്ററിലായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷകൾ ഇപ്പോൾ ആളുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നു. അപ്പോൾ മറ്റ് ഇവിടുത്തെ ഹൗസ് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നും നമുക്കറിയാം, പക്ഷേ ഈശോയോട് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എന്താ പറയുക, ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ, ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഒരു ദിവസം ഇതുപോലെ കുർബാനയുടെ ഇടയിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ള മറ്റ് 3ാമത്തെ നിയോഗമായിട്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് സാധാരണ പോലെ ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ ബ്രദേഴ്സ് ഉണ്ട്, അതുപോലെ ജൂനിയർ ആയിട്ടുള്ള ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ നോർമലി അവരാണ് മറ്റേ പ്രാർത്ഥനകളല്ലാത്ത പ്രയറുകൾ ലീഡ് ചെയ്യുക. പക്ഷേ അന്നത്തെ ദിവസം അവിചാരിതമായി ഞങ്ങൾക്ക് കയറി കുരിശിൻ്റെ വഴി ലീഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുഴപ്പമില്ല, അതായിരിക്കും ഈശോയുടെ ഹിതം. അപ്പോൾ ഓരോ ദിവസവും എന്താ പറയുക, ഈശോയുടെ പദ്ധതികൾ, ഈശോയുടെ സ്നേഹം പുതിയതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വഴിയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നയിക്കുക. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുരിശിൻ്റെ വഴി ചൊല്ലാനായിട്ട് കയറി. അപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫാമിലി ഇങ്ങനെ കയറി വരുന്നത് കണ്ടു സെൻറ്ററിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ആ ഫാമിലിയിലൊരു പെൺകൊച്ചിനെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ പണ്ട് എൻ്റെ കൂടെ 9ാം ക്ലാസ് 8, 9, 10 ആയിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടീനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അവൾ എപ്പോഴും ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കുന്നുണ്ടെങ്കിലും അവൾ സെക്കൻഡായിട്ടാണ് നിൽക്കാറ്. അപ്പോൾ ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നു. അതിനുശേഷം ഞാൻ കുരിശിൻ്റെ വഴി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഒരു ബ്രദറും വേറെ 2 ബ്രദേഴ്സും, വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ 2 ബ്രദേഴ്സ്, ഒരച്ഛൻ ആളുകളെ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പ്രയർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, ആ കുട്ടീനെ പോയിട്ട് ഇപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, അപ്പോൾ അതിലൊരു കുട്ടീനെ പോയിട്ട് കാണാനായിട്ട് പറഞ്ഞു, കണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുട്ടിയാണ് ആ കുട്ടി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ഈശോ തന്ന ഈ ഒരു തോന്നൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ക്ലാസ്സിൽ ഇപ്പോൾ എങ്ങനെ ചോദിക്കുക എന്ന് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കും അല്ലേ എന്നുള്ള ഇതിലാണ് ഞാൻ ചോദിച്ചത്. കാരണം നമുക്ക് കറക്റ്റ് ക്ലിയർ അല്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കും, ഞാൻ ക്ലാസ്സിൽ സെക്കൻഡാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈശോ അത് എന്താ പറയുക, പലതരത്തിൽ ഈശോ സംസാരിക്കുകയാണ്, ഓരോ തരത്തിൽ അടയാളങ്ങൾ തരികയാണ്. അപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു, ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഷോക്കായി, വലിയൊരു അതിശയം പോലെയായി. അപ്പോൾ അതുകൊണ്ട് ഈശോ അങ്ങനെ ഓരോ തരത്തിൽ, അപ്പോൾ ഞാൻ പ്രത്യേകം ഓർത്തു ഇന്ന് കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചതും അപ്പോൾ ഈശോ നയിക്കുന്നതും. അല്ലാന്നുണ്ടെങ്കിൽ ഈശോ നയിക്കും, ഈശോ സഹായിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഈശോയുടെ ആലോചന ചോദിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഗ്രേസ്ഫുൾ ആക്കിയിട്ട്
നമ്മളെയും മറ്റുള്ളവരെയും കൂടുതൽ ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചറിയുന്ന തലത്തിലേക്ക് ഈശോ ഉയർത്തിക്കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഈ ഒരു ടോക്ക് ഇങ്ങനെ വരുന്നുള്ളത് പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഞാൻ പല ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നതാണെങ്കിലും ഇതിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാവുന്ന ഒരു പാകത്തിലല്ലായിരുന്നു. അതിനും പിന്നിലൊരു ദൈവാനുഭവമുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് പറയാൻ വിചാരിക്കുകയാണ്. അതായത് ഈ പെസഹ വ്യാഴാഴ്ച, അത് അന്നത്തെയാണല്ലോ ഈ ഒരു വചനഭാഗം എന്ന് പറയുന്നത്. ഈ പെസഹ വ്യാഴാഴ്ച ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ടും ധ്യാനത്തിന് മുമ്പും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ഡെയിലി മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ചിന്തകൾ ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഈ ധ്യാനം, ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പല വർക്കുകൾ, കാര്യങ്ങൾ, ഡ്യൂട്ടികളാണ് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം വണ്ടി എടുത്തിട്ട് ഓടാനായിട്ട് ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ വരെയൊക്കെ നടത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, ഒരു ലിസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഇട്ടിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് മറക്കുമെന്ന് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, എന്നിട്ട് സ്വസ്ഥമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു കാര്യം ഞാൻ മെഡിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടോക്ക് പോലും കൂടി ആയിട്ട് ഈ ഒരു സംഭവം ഈശോ രൂപാന്തരപ്പെടുത്തി തന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഈശോയോട് നമ്മൾ ചോദിച്ച് ചെയ്യുമ്പോൾ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഈശോയുടെ ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 921 ഖണ്ഡികയിൽ പ്രകാരമാണ് പറയുന്നത്. ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറയാണ്, നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നിൻ്റെ ഉള്ളും എനിക്കറിയാം, പക്ഷേ എങ്കിൽ പോലും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന്, എന്നോട് ആലോചിക്കണം, എന്നോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളും ഈശോയോട് ചോദിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ദൈവഹിതം ഉണ്ട്. അത് നിറവേറാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ സ്വർഗ്ഗത്തിലെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും പ്രാർത്ഥിക്കണം. കൊന്തശല്യൊക്കെ പ്രാർത്ഥിക്കണം. അന്ന് ഞാൻ പറഞ്ഞ പോലെ മുടങ്ങാതെ ഒരു കൊന്തശല്യം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അറ്റ് എ ടൈം ഒരു രണ്ടാമത്തെ മൂന്നാമത്തേക്ക് നിയോഗമായിട്ട് അതിന് കൂടെ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോയോട് പ്രത്യേകം ചോദിക്കണം. അപ്പോൾ കുർബാനയ്ക്ക് പോയി കുർബാനയുടെ ഇടയിൽ വെച്ച് ചോദിച്ചാൽ നല്ലത്. ഇനി കുർബാനയ്ക്ക് പോകാൻ എല്ലാ ദിവസവും സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഞായറാഴ്ച എല്ലാ ദിവസവും പോകുമല്ലോ അല്ലേ, ബാക്കി ദിവസങ്ങളിലാണെങ്കിലും രാവിലെ എണീറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഈ സങ്കീർത്തനം 25 വായിക്കണത് നല്ലതാണ്. കർത്താവെ വഴി കാട്ടണമേ. അപ്പോൾ അങ്ങനെ പല വചനഭാഗങ്ങൾ വായിച്ചും അല്ലെങ്കിൽ അല്ലാതെ തന്നെ പ്രാർത്ഥിച്ചും എല്ലാം ഈശോയോട് ചോദിക്കണം. പിന്നെ ഓരോ പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ജോലിയിലെ മറ്റു പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങൾ, ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ളതൊക്കെയാണ് നമ്മൾ ഈശോയോട് ചോദിക്കും. ഈശോ എന്നാ ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നല്ല. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ, എല്ലാ ദിവസവും പഠിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും എന്താ പറയുക വീട്ടിലെ പല കാര്യങ്ങളായിട്ട് മാനേജ് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ, യാത്രയ്ക്ക് പോകുമ്പോഴൊന്നും നമ്മളങ്ങനെ ചോദിക്കണം നിർബന്ധമില്ല. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കാത്തത്. ഇനി മറ്റൊരു തലം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിച്ച വഴിയിൽ നിന്ന് മാറാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ഈശോയോട് പ്രത്യേക ആലോചന ചോദിക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരാൾ ഈശോയാണെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് മാറ്റി ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നും കൂടിയാണ്. പിന്നെ നമ്മൾ അപ്പോൾ എന്താ പറയുക, അതിനുള്ള കൃപ ഈശോ തരും, അത് മാറ്റി ചെയ്യാനുള്ള കൃപ തരും. പിന്നെ നമ്മളങ്ങനെ ചോദിച്ചാൽ പോലും ഈശോ പ്രത്യേകമായിട്ട് പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ പോകുമ്പോഴും പലതരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഈശോയുടെ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ ചോദിച്ചാൽ കൂടുതൽ നന്നായി പ്രാർത്ഥിച്ചാലുള്ള ഗുണം. നമ്മൾ പോലെ അറിയണ്ട, നമ്മൾ ഇന്ന കാര്യം വിചാരിച്ചാൽ അതിന് വേണ്ടിയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈശോ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ദൈവഹിതപ്രകാരം കൂടുതൽ എന്താ പറയുക ഗ്രേസ്ഫുള്ളായിട്ട് കൂടുതൽ രക്ഷാകരമാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഈശോയോട് ചോദിച്ച്, ഈശോയുടെ ആലോചന ചോദിച്ച്, ചെറുതും വലുതുമായ കാര്യങ്ങൾ മൊത്തത്തിൽ ജീവിതത്തെക്കുറിച്ച് ഈശോയോട് ചോദിക്കണം. ദൈവഹിതം നിറവേറാനായിട്ട് പ്രാർത്ഥിക്കണം. അതാത് ദിവസത്തിൻ്റെ, അതോടൊപ്പം സാധ്യമെങ്കിൽ അതാത് സെക്കൻഡിൽ ഓരോ വഴിക്ക്, ഇപ്പോൾ നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുകയാണ്, 2 വഴികളുണ്ട്, സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈശോ ഏത് വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ഏത് കാര്യമാണ് ആദ്യം ചെയ്ത് തുടങ്ങേണ്ടത്, പഠിക്കാതിരിക്കുകയാണ്, ഞാൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്, ഏത് വിഷയത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, ഓരോ കാര്യങ്ങളും ഈശോയോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഏതാനും സെക്കൻഡുകളിൽ മാത്രമേ ഒരു സമയചെലവുള്ളൂ, പക്ഷേ അത് നമ്മൾ കൂടുതൽ ടൈം എന്താ പറയുക നമുക്ക് ലാഭിക്കാനും കൂടിയായിട്ട് അത് ഇടയാവും. കാരണം ഈശോ ഇടപെട്ട് ഈശോ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു കൃപ ഈശോയോടെല്ലാം ചോദിച്ച്, പ്രത്യേകമായിട്ട് ഈശോയുടെ ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കൂടുതൽ ഗ്രേസ്ഫുള്ളായിട്ട് കൂടുതൽ രക്ഷാകരമായി മുന്നോട്ട് പോകാനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവഹിതപ്രകാരമാണ്
ഇപ്പം നമ്മുടെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈശോയോട് ചോദിച്ചാണ് പോകുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപ സാഹചര്യങ്ങൾ ഒഴിവായി പോകും. കാരണം നമ്മൾ ഈശോയുടെ ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തൊരു കുഞ്ഞു കാര്യം പോലും ഇടയിൽ കയറി വരില്ല. അപ്പോൾ നമ്മുടെ ഈ കുമ്പസാരത്തിൽ കൂടെ ഏറ്റ് പറയുന്ന ഈ കുഞ്ഞു ചില വിട്ടുമാറാത്ത പാപങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലും അത് വരാനുള്ള സ്പേസ് പോലും ഈശോ ഇടില്ല. നമ്മൾ ഈശോയോട് ചോദിച്ച് ചെയ്യുമ്പോൾ അത്രയും ഷാർപ്പായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും ഈശോ നയിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് പ്രത്യേകമായി ഈ സമയം നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന 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 ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന 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 ആരാധന. ഈശോയെ സമയം ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ടോക്ക് കേൾക്കുന്നവരിലേക്ക്, ഈശോയെ ഇനിയും ഇത് കേൾക്കാനിരിക്കുന്നവരിലേക്കെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യവചനത്തിൽ പറയുന്നത് പോലെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും ഈശോയുടെ ആലോചന ചോദിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം മാത്രം മുന്നോട്ട് പോകാനുള്ള കൃപ ഇവർക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇവരെല്ലാവരെയും, ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും, ഇവരുടെ ആത്മാവിനെയും ശരീരത്തെയും പ്രത്യേകമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വമേ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.